ഈ ഇലക്ഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത പാട്ടാണ് പോറ്റിയേ കേറ്റി പറഞ്ഞിട്ടുള്ള പാട്ട് അല്ലേ. ഈ ഒരു സമയത്ത് തരംഗമായൊരു പാട്ട് അത് തന്നെയാണ്. അപ്പോൾ ഈ പാട്ട് വിശ്വാസികളെ വ്രണപ്പെടുത്തി അല്ലെങ്കിൽ മതസ്പർദ്ധ വർദ്ധിപ്പിച്ചു എന്നൊക്കെയുള്ള രീതിക്ക് പല കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ ഈ പാട്ട് വിശ്വാസികളുടെ മതസ്പർദ്ധ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഇവിടെ മതസ്പർദ്ധ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ, അത് ഈ പാട്ട് എഴുതിയ ആളോ അല്ലെങ്കിൽ പാടിയ ആളോ അത് ഏറ്റുപാടിയോ ഞാനോ നിങ്ങളോ ഒന്നുമല്ല. അത് ശരിക്കും ഈ കംപ്ലൈൻറ്റ് കൊടുത്തവർ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പാട്ട് എഴുതിയത് ഒരു മുസ്ലിമാണെന്നും അല്ലെങ്കിൽ ഒരു മലപ്പുറത്തുകാരനാണും എന്നൊക്കെ കണ്ടെത്തി ആ ഒരു മുസ്ലിം എന്നുള്ള ആ ഒരു മുസ്ലിം ഹിന്ദു എന്നുള്ള ആ ഒരു മനസ്സിലുള്ള ആ ഒരു സംഭവത്തിനിങ്ങനെ വലുതാക്കി കാണിക്കാൻ വേണ്ടി ഈ ഒരു പരാതി കാരണമായിട്ടുണ്ട്. പിന്നെ ഒരു ഹിന്ദുവിൻ്റെ പ്രോബ്ലം ഒരു മുസ്ലിം ഇത്ര ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അയാൾ അനുമോദിക്കല്ലേ വേണ്ടത്. അയാൾക്കെതിരെ പരാതി കൊടുക്കുകയാണോ യഥാർത്ഥ വിശ്വാസി ചെയ്യുക? യഥാർത്ഥ വിശ്വാസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.